നിമിഷം ഞാൻ വെൽക്കം ചെയ്തില്ല. കൊന്നിച്ചിവാ. നീ ഏതാ പറ. അത് ജാപ്പനീസ് ആണ് നിഖില്. ജാപ്പനീസ് അധികം ബാക്കി എന്തെങ്കിലും നിനക്കറിയോ? അറിയാം. ഒഹായോ ഗൊസൈമസ്. പോവാനായിരിക്കും രാവിലെ. പിന്നെ നുണക്കുഴി റിലീസിനുണ്ട്, ജാതിജാതകം റിലീസിനുണ്ട്. ഉണ്ട് കുറച്ച്. വിട്ടിട്ടില്ല. ഇല്ല വിടാൻ ഉദ്ദേശിക്കുന്നു. എന്തിനാ വിടണേ? ഒരു കാര്യമില്ല. നമ്മളിങ്ങനെ നിങ്ങളിപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കണ്ടന്റ് എടുക്കുന്നു, തിയേറ്ററിൽ പോയി തിയേറ്ററിൻ്റെ കണ്ടന്റ് എടുക്കുന്നു, മൂവിയുടെ പ്രൊമോഷൻ വന്ന് അതും എടുക്കണം. നിങ്ങളൊന്നും വിടണില്ലല്ലോ. അതുപോലെ തന്നെ പറഞ്ഞു ഞാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് എടുക്കും. അടുത്ത പ്ലാൻ എന്താണ് നിഖിലയുടെ? സിനിമയിൽ അഭിനയിക്കാൻ വേറെ പരിപാടിയൊന്നുമില്ല. നിങ്ങളിത് കൂട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോകുന്നത് തന്നെയാണ് പണി. എന്താണ് പരിപാടി? അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ സിറ്റുവേഷൻസ് അങ്ങനെയാണ്. നമ്മള് അങ്ങനെ മണ്ടന്മാരായിട്ട് അഭിനയിക്കുകയല്ല. ഐ മീൻ സിറ്റുവേഷൻസ് ഓഡിയൻസിന് കാണുമ്പോൾ ചിലപ്പോ ആൾക്കാർ അത് ഇന്റർവ്യൂ നന്നായിരുന്നു, ആ പറഞ്ഞത് നന്നായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നന്നായില്ല എന്ന് പറഞ്ഞതല്ലാതെ എനിക്ക് എന്റെ പേരിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്കെതിരെ അറ്റാക്ക് ഉണ്ട്. നിങ്ങളായ പറഞ്ഞ എനിക്കെതിരെ അറ്റാക്ക് ഉണ്ട്. രാജേട്ടന്റെ കോമഡി സിനിമകൾ റിലീസാകുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ പായസം കുടിക്കുമ്പോൾ അതിൽ കാഷ്യൂനറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷമാണ്. ചിലർക്ക് അത് ഇഷ്ടമല്ലേ? എല്ലാവർക്കും അത് എനിക്കിഷ്ടമല്ലേ? അതിപ്പോ പ്രൊമോഷൻ ആയാലും എവിടെ പോലും നമുക്ക് അത് കാണാൻ പറ്റും. കാരണം ഇതുവരെ കാണാത്ത നമുക്ക് രാജേട്ടൻ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും പലപ്പോഴും. റെഡി ടു മിങ്കിൾ ഒട്ടുമല്ല. അതിനെ കുറിച്ചൊന്നും വിട്ടുവിട്ട് പറയുന്നില്ലല്ലോ. അത് പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോണം? ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു രസമല്ലേ? ആ രസപ്പ് എനിക്ക് നിങ്ങൾ ആരെയും രസിപ്പിക്കാൻ തോന്നില്ല അത് വെച്ചിട്ട്. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും തഗ്. ചില ആൾക്കാർ പറയുമല്ലോ, അതായത് ഇന്ന സാധനങ്ങൾ പറ്റില്ല, ഇന്ന സാധനങ്ങൾ പറ്റും, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കും, മറ്റേ ബീഫ് കഴിക്കില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മീറ്റ് കഴിക്കില്ല എന്ന് പറയാം. അപ്പൊ എനിക്കറിയില്ല, അത് അവരുടെ ചോയ്സ് ആണ്. പക്ഷെ കൊല്ലുന്നതിനെ പറ്റിട്ട് അങ്ങനെ പറയുമ്പോ എനിക്കറിയില്ല. ബീഫ് കഴിക്കും, പണ്ടേ കഴിക്കുമായിരുന്നു അല്ലേ? ബീഫിന്റെ കഥ പറഞ്ഞപ്പോ ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് ആൾക്കാർക്ക് പോർക്ക് കഴിക്കുമോ എന്നുള്ളതായിരുന്നു. ഞാൻ അതും കഴിക്കും. അതേ പറഞ്ഞ പ്രസ്താവനയാണെന്ന് പറഞ്ഞതും നിങ്ങളാണ്. അതിന്റെ പേരിൽ ചർച്ചകൾ നടത്തിയതും അതിന്റെ പേരിൽ ഈ പറയുന്ന ആൾക്കാർക്ക് വെറുതെ ഒരു ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടാക്കി കൊടുത്തതും നിങ്ങളാണ്. അത് ഞാനല്ല. ഞാൻ അതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും അതിന് ശേഷം ഞാൻ റിയാക്ട് ചെയ്യാറില്ല. അപ്പൊ ആ ഒരു സ്പേസിൽ അത് നിങ്ങളുടെ സാധനമാണ്. അപ്പൊ നിങ്ങളാണ് അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ എനിക്കൊന്നും ഒരുവിധം എല്ലാ ചാനലുകാരും ഒരുവിധം എല്ലാ പത്രക്കാരും ഒക്കെ ഇരുന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പൊ ചർച്ചയുടെ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് വെച്ച് നിങ്ങൾ rapid fire ഒരു 10 questions ഉള്ള rapid fire. Best thing happening this month other than priest? വേറെ ഒന്നും നടന്നിട്ടില്ല. 10 ദിവസമല്ലേ ആയുള്ളൂ. ഇനി ഉണ്ടല്ലോ. ഇനി നടക്കാൻ പോണെന്ന് ഞാൻ ഇങ്ങനെ പറയും ഇടയ്ക്ക്. എന്നാലും ഒരു ഫോർകാസ്റ്റിംഗ് ഉണ്ടാവില്ല ഇന്ന സാധനത്തിനെ കുറിച്ചിട്ടൊരു ചിലപ്പോ നല്ലതായിരിക്കും. ബെസ്റ്റ് തിങ് ഹാപ്പൻഡ് എന്നല്ലേ ചോദിച്ചത്? ശരിയാ. ക്വസ്റ്റ്യൻ തെറ്റാ.